ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. നമ്മളിപ്പോ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അധികാര പരിധിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. അതായത് മദ്യവുമായി ബന്ധപ്പെട്ട ഓൾ ആസ്പെക്ട് ഓഫ് ലിക്കർ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്കർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വരാൻ പോകുന്നത്. അതായത് മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് ഒരു മദ്യത്തിന്റെ ഇറക്കുമതി, കയറ്റുമതി, അതിന്റെ നിർമ്മാണം, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അടങ്ങുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അബ്കാരി ആക്ടിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പ്രധാന കണ്ടന്റുകളാണ് നമ്മൾ ഈ ഭാഗത്ത് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ 6 എന്താണ് സെക്ഷൻ 6 പരാമർശിക്കുന്നത്? അതായത് മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന സെക്ഷൻ ഏതാണ്? ഇതൊക്കെ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതായത് നിയമത്തിന്റെ ഏത് ഭാഗത്താണ് മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്ഷൻ 6 പക്ഷെ നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഈ പറയുന്ന മദ്യമൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇറക്കുമതി ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എവിടെയാണ്? അടുത്ത ഭാഗത്താണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? സർക്കാരിന്റെ അംഗീകാരം ആവശ്യമാണ്. അപ്പൊ ഇവിടൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാനായിട്ട് പോകുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്, സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടി മദ്യത്തിന്റെ അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ ഇറക്കുമതി അനുവദനീയമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ശരിയല്ലേ? ഇനി സർക്കാരിന്റെ അനുമതി എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഇല്ല എങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തുമാണ്? തെറ്റുമാണ്. അപ്പൊ ആ സെക്ഷൻ പഠിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ഈ പറയുന്നത് പോലെ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്ന സെക്ഷൻ 6 എന്നാൽ അവിടെ തന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? സർക്കാരിന്റെ അനുമതിയോട് കൂടി മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ. എല്ലാം പെർമിഷൻ ബേസ്ഡ് ആണ്. ഇനി നമുക്ക് സെക്ഷൻ 7 നോക്കാം. സെക്ഷൻ 7 ഇതേപോലെ തന്നെയാണ്. മദ്യമോ ലഹരി മരുന്നോ എന്ത് ചെയ്യാൻ പാടില്ല? കയറ്റുമതി ചെയ്യാനും പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? 7ാമത്തെ സെക്ഷനാണ്. അതായത് 6ൽ ഇറക്കുമതി പാടില്ല എന്ന് പറയുന്നു, 7ൽ എന്ത് പറയുന്നു? കയറ്റുമതി പാടില്ല എന്നും പറയുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്? കയറ്റുമതി നടക്കുന്നുണ്ടല്ലോ. കയറ്റുമതി നടക്കണമെങ്കിൽ എന്താവശ്യമാണ്? സർക്കാരിന്റെ അംഗീകാരം ആവശ്യമാണ്. വളരെ വ്യക്തമാണ് എന്ന് വിചാരിക്കുന്നു. കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോർഷനിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവുകയാണ്. അതായത് നമ്മൾ പറയുന്ന മദ്യം അല്ലെങ്കിൽ ചരായം എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വെക്കൽ, സംഭരണം, വിൽപ്പന തുടങ്ങിയ എല്ലാം തന്നെ നിരോധിച്ചുകൊണ്ടുള്ള സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെക്ഷൻ 8. ഇവിടെ കുറച്ചുകൂടി വളരെ വിപുലമായിട്ട് ഈ നിയമത്തിൽ എന്ത് പറഞ്ഞിരിക്കുകയാണ്? മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ തരം പ്രവർത്തനങ്ങളും, അത് ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വെക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിരോധിച്ചിരിക്കുന്ന നിയമത്തിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? സെക്ഷൻ 8. ഇനി ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലെല്ലാം ഇളവുണ്ട്. എപ്പോഴാണ്? പെർമിറ്റോട് കൂടി ചെയ്യാൻ എന്തുണ്ട്? ഇളവുണ്ട്. ഇങ്ങനെ പെർമിറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന പെർമിറ്റ് ആവശ്യമാണ് എന്ന് പറയുന്നത് നിയമത്തിന്റെ സെക്ഷൻ 8 സബ് ക്ലോസ് 1ലാണ്. അപ്പോ സെക്ഷൻ 8 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലഹരി വസ്തുക്കൾ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. സെക്ഷൻ 8ൽ ആരെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്? മദ്യം അല്ലെങ്കിൽ ചാരായം. ചാരായം എന്ന വാക്ക് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചാരായത്തിന്റെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വെക്കൽ, സംഭരണം തുടങ്ങിയ എല്ലാം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം എന്താണ് എന്ന് വായിച്ചു നോക്കിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉത്തരത്തിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ഇനി ഇതിന് എന്താവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പെർമിറ്റ് ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8ാമത്തെ സബ് ക്ലോസ് 1ലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്ഷൻ 8ന്റെ സബ് ക്ലോസ് 2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യവസ്ഥകൾ ലംഘിച്ചാൽ എന്താണ് ശിക്ഷ? അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ ആദ്യമായിട്ടാണ് ഒരു ശിക്ഷ വരുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം അനലൈസ് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ചും ഫോഴ്സുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നിട്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന വകുപ്പുകളെ ലംഘിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമാണ്. പരമാവധി കാര്യമാണ് പറയുന്നത്.
10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരിക്കലും ധൃതി പിടിച്ചൊരു ഉത്തരത്തിലേക്ക് എത്തരുത്. കാര്യം ആദ്യത്തെ പാർട്ടിൽ എന്ത് തന്നെ കൊടുക്കും, 10 വർഷം തടവ് എന്ന് തന്നെ കൊടുത്തിട്ട് രണ്ടാമത്തേതിന് 1 ലക്ഷത്തിന് പകരം 2 ലക്ഷം എന്നൊക്കെ എന്ത് ചെയ്യും, മാറ്റിക്കളയും. നമ്മൾ ആ ഒരു എക്സാം ഹാളിലെ ആവേശത്തിന്റെ പുറത്ത് 10 വർഷം എന്ന് പറയുന്ന സംഖ്യ കൃത്യമായി കണ്ടുകൊണ്ട് കയറി എന്ത് ചെയ്യും, ആൻസർ കർപ്പിക്കും. ഒരിക്കലും അങ്ങനെയല്ല. വർഷം മാത്രമല്ല, പിഴയും വളരെ പ്രധാനപ്പെട്ടതാണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. എന്ത് കുറ്റത്തിനാണ്? നമ്മൾ ഈ പറഞ്ഞ കയറ്റുമതി, ഇറക്കുമതി, വിൽപ്പന, വിപണനം എന്നൊക്കെ പറഞ്ഞ സെക്ഷനിൽ എട്ടി പറഞ്ഞല്ലോ, ചരായ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിലേതെങ്കിലും ലംഘിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ, അത് പറയുന്നത് സെക്ഷൻ 8ന്റെ തന്നെ സബ് ക്ലോസ് 2, അതായത് ഒരു സെക്ഷനോട് അനുബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് അതിനോട് അനുബന്ധപ്പെട്ട സബ് ക്ലോസിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം 8ാമത്തെ സെക്ഷനിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യത്തിന് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അത് ലംഘിച്ചാലുള്ള ശിക്ഷ അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, 8ന്റെ സബ് ക്ലോസ് 2 ആണ്. എന്താണ് പരമാവധി ശിക്ഷ? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോക്കാനായിട്ടുള്ളത്, സെക്ഷൻ 9. അപ്പൊ എന്താണ് സെക്ഷൻ 9 പരാമർശിച്ചിരിക്കുന്നത് നോക്കാം. അതായത് മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കാൻ നിയമം, അതായത് നിയമം നിർമ്മിക്കാൻ ഗവൺമെന്റിന് എങ്ങനെ അധികാരമുണ്ട്? വിജ്ഞാപനം വഴി അധികാരം ഉണ്ടാകുന്നതാണ്. അതായത് നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നടക്കുന്ന ഇത്തരത്തിലുള്ള കടത്തലുകളെ തടയാൻ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? നിയമം നിർമ്മിക്കാൻ പറ്റും. അതിന് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചാൽ മതി എന്ന് പറയുന്നത് നിയമത്തിന്റെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 9. അപ്പൊ നമ്മൾ 6 നിന്നാണ് ഇങ്ങോട്ട് ആരംഭിച്ചു വരുന്നത്. ഓരോന്നും പ്രധാനപ്പെട്ട മദ്യവുമായി ബന്ധപ്പെട്ട ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഓൾ ആസ്പെക്ട് ഓഫ് ലിക്കർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ആരുമായി ബന്ധപ്പെട്ടതാണ്? മദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അപ്പൊ സെക്ഷൻ 10 ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എങ്ങനെ കാണാം? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ. അപ്പൊ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെയാണ് അനുവദിച്ചിട്ടുള്ളത്, ഏതെല്ലാം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ കടത്തൽ അനുവദനീയമാണ് എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ്? അത് സെക്ഷൻ 10ലാണ്. അപ്പൊ 9 വ്യക്തമാണ്, 10 വ്യക്തമാണ്. ഈ നിയമം പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളതെല്ലാം സെക്ഷൻസ് ആണ്. സെക്ഷൻ ബൈ സെക്ഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, കൃത്യമായിട്ട് പഠിച്ചു പോയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്ത് സാവധാനം പഠിച്ചാൽ മതി. പക്ഷെ എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യത്തിന് തന്നെ കുറച്ച് നിബന്ധനകൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട്, സർക്കാർ വിജ്ഞാപനത്തിലൂടെ പറഞ്ഞ അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, കടത്താനായിട്ട് പാടില്ല. ഇപ്പൊ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ കയ്യിൽ വെക്കാനുള്ള അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ലിറ്റർ മദ്യമാണ് എന്ത് ചെയ്യുന്നത് സാധാരണ കേസുകളിൽ പറയാറുള്ളത്. അപ്പൊ ഈ 3 ലിറ്റർ മദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ അതിൽ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല. ഇനി ഒരാളുടെ പെർമിറ്റ് എന്ന് പറയുന്നത് 100 ലിറ്റർ മദ്യം കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ അയാൾ എത്ര കൊണ്ടുപോകാൻ പാടുള്ളൂ? 100 ലിറ്റർ മദ്യമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പം പെർമിറ്റിൽ എന്തുണ്ടായിരിക്കണം, അയാൾക്ക് അനുവദിച്ചിട്ടുള്ള അളവ് വളരെ വ്യക്തമായും കൃത്യമായിട്ടും എന്ത് ചെയ്തിരിക്കണം, പ്രതിപാദിച്ചിരിക്കണം. ഇനി അടുത്തത്, ഇത്തരത്തിലുള്ള വിജ്ഞാപനം സർക്കാർ ഗസറ്റിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുത്താണ്. അതായത് ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് എങ്ങനെ അറിയിച്ചാൽ മതി? ഒരു ഗസറ്റഡ് വിജ്ഞാപനമായിട്ട് പുറത്തിറക്കിയാൽ മതി. അതായത് ഒരാളുടെ കയ്യിൽ വെക്കുന്ന മദ്യത്തിന് അല്ലെങ്കിൽ ആളുകൾക്ക് അനുവദിക്കുന്ന പെർമിറ്റിലെ പരമാവധി മദ്യത്തിന്റെ അളവ് എത്രയാണെന്നുള്ളത് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ആ വിജ്ഞാപനങ്ങളിലൂടെ ക്രമീകരിക്കാനായിട്ട് പറ്റും എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത്, ഇത്തരത്തിലുള്ള വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനത്തിന് മൊത്തമായോ ചില പ്രദേശങ്ങൾക്കോ മാത്രം ബാധകമാണ്. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാവണം. ഇപ്പൊ നിങ്ങൾ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, ഇല്ലാത്തവരും മനസ്സിലാക്കും. ഇപ്പൊ അട്ടപ്പാടി ആദിവാസി ട്രൈബൽ മേഖലയാണ്. അവിടെ മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, വളരെ തീവ്രമാണ്. അപ്പൊ സർക്കാർ എന്ത് ചെയ്തു, അതിനൊരു ഡ്രൈ ലാൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. അവിടെ മദ്യം വിൽക്കാൻ പാടില്ല, മദ്യം എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുപോകാനും പാടില്ല. നിങ്ങൾ അട്ടപ്പാടി വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവാൻ പാടില്ല, മദ്യം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും മദ്യം കൊണ്ടുപോകാനുള്ള ഒരു പെർമിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ആ പെർമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
അട്ടപ്പാടിയിലൂടെ മദ്യം കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനത്തിന് മൊത്തമായോ ചില പ്രദേശങ്ങൾക്ക് മാത്രമായോ ബാധകമാണ്. ഉദാഹരണത്തിന് ഗവൺമെന്റ് ഒരു ഗസറ്റിലൂടെ പ്രസിദ്ധീകരിക്കുകയാണ്, അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള മദ്യത്തിന്റെ കടത്തൽ എല്ലാ രീതിയിലും സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തിന് അതായിരിക്കും എന്തെന്ന് പറയുന്നത് ബാധകമായിട്ട് ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് എങ്ങനെ അറിയിച്ചാൽ മതി? ഒരു ഗസറ്റഡ് വിജ്ഞാപനത്തിലൂടെ അറിയിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. സർക്കാർ അനുവദിച്ച പെർമിറ്റ് ഉപയോഗിച്ച് മാത്രമേ മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇത് നമ്മൾ ആ നിയമത്തിന്റെ തുടക്കം തൊട്ടേ പറയുന്ന കാര്യമാണ്. എന്ത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഗവൺമെന്റിൽ നിന്നും ഒരു പെർമിറ്റ് ആവശ്യമുണ്ട്. ഇനി ഈ സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 11 എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് മദ്യമോ ലഹരി വസ്തുക്കളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. അപ്പൊ നമ്മൾ 8ഉം 9ഉം ഒക്കെ പറയുമ്പോൾ എന്ത് പറഞ്ഞു? പെർമിറ്റ് വേണം എന്ന് പറഞ്ഞു. പക്ഷെ ഈ പെർമിറ്റിനെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിക്കുന്നത്? അത് സെക്ഷൻ 11 പ്രതിപാദിക്കുന്നത്. ഇനി പെർമിറ്റ് അനുവദിക്കുന്ന ഉദ്യോഗസ്ഥൻ, അപ്പൊ നമുക്കറിയാം എക്സൈസ് എന്ന് പറയുന്നതിന്റെ തലപ്പത്തിരിക്കുന്ന ആരാണ്? എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. അപ്പൊ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പെർമിറ്റുകൾ അനുവദിക്കുന്നത് ഒന്നെങ്കിൽ കമ്മീഷണറോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥനോ ആയിരിക്കും എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള പെർമിറ്റുകൾ അനുവദിക്കുന്നത്. ഇത് എവിടെയാ പറയുന്നത്? സെക്ഷൻ 11 പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകളുടെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമായിരിക്കും. ഇവിടെ വ്യക്തമാവേണ്ട ഒരു കാര്യം, ഒരു പെർമിറ്റിന് എന്തില്ല? അനിശ്ചിതമായിട്ടുള്ള ഒരു കാലാവധി ഇല്ല. ഒരു പെർമിറ്റ് 1 മാസത്തേക്കാവാം, 3 മാസത്തേക്കാവാം, 6 ആവാം, 1 വർഷമാകാം. അത് കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? പുതുക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം തീരുമാനിക്കുന്ന എവിടെയാണ്? ഗവൺമെന്റിലൂടെയാണ്. ഗവൺമെന്റ് ഇതിനെ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ ആരാണോ അയാളാണ് എന്ത് ചെയ്യുന്നത്? പെർമിറ്റ് അനുവദിക്കുന്നത്. ഇനി പെർമിറ്റുകളുടെ നിയമത്തിന്റെ കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് ഏത് സമയവും ഒരു വിജ്ഞാപനം ഇറക്കി എന്ത് ചെയ്യാൻ പറ്റും? മാറ്റം വരുത്താനായിട്ട് പറ്റും. അപ്പൊ പെർമിറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 11. അപ്പം സാധാരണഗതിയിൽ എക്സൈസ് കമ്മീഷണറോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന പെർമിറ്റുകൾ അനുവദിക്കുക.